കഴിഞ്ഞ ദിവസമാണ് മലപ്പുറം നിലമ്പൂരിൽ കാട്ടാനാക്രമണത്തിൽ ആദിവാസി യുവാവിന് ജീവൻ നഷ്ടമായത്. ഇന്നലെ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട ബില്ലിയുടെ മൃതദേഹം പുഴയുടെ ഇക്കരെ എത്തിക്കാൻ സാധിച്ചത് ഇന്ന് രാവിലെയാണ്. പുഴയിൽ വെള്ളം കൂടിയതിനാൽ ഒരു ആദിവാസി നഗറിൽ നിന്ന് മൃതദേഹം ഇക്കരെ എത്തിക്കാൻ കഴിയാതെ മണിക്കൂറുകൾ കാത്തുനിൽക്കുക എന്നത് വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട വിഷയമാണ്. മഴക്കാലമായാൽ ഒറ്റപ്പെട്ടു പോകുന്ന നിരവധി കുടുംബങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയും ദുരവസ്ഥയുമാണ് ഇത്. ചാലിയാർ മുറിച്ചു കടക്കാൻ 4 ആദിവാസി ഉന്നതികൾക്കുള്ള ഏക മാർഗമാണ് ഈ ചങ്ങാടങ്ങൾ. പക്ഷെ പെരുമഴയാണ്, ഉഗ്രരൂപം പൂണ്ട് ഒഴുകുകയാണ് ചാലിയാർ. അതോടെ ഇതാ ഈ ചങ്ങാടങ്ങൾ അരികിലേക്ക് മാറ്റിയിട്ടിരിക്കുന്നു. ഇനി ആ ഉന്നതിയിൽ നിന്നൊന്ന് പുറം ലോകത്തേക്കെത്താൻ ഇവർ എന്താണ് ചെയ്യേണ്ടത്? അതിലെ ഏറ്റവും വിഷമതയുള്ള, ഏറ്റവും കഷ്ടതയുള്ള ഒരു കാര്യമാണ് ഇന്നലെ ഇവിടെ നടന്നതും. ചാലിയാർ പുഴയ്ക്ക് കുറുകെയുള്ള താൽക്കാലിക തൂക്കുപാലമായിരുന്നു 2019 പ്രളയം വരെ ഏക ആശ്രയം. ചാലിയാറിനപ്പുറത്ത് വനത്തിൽ 4 ആദിവാസി ഉന്നതികളുണ്ട്. കുമ്പളപ്പാറ, തരിപ്പുപൊട്ടി, വാണിയമ്പുഴ, ഇരുട്ടുകുത്തി. 200-ലേറെ കുടുംബങ്ങൾ താമസിക്കുന്നു. പ്രാക്തന ഗോത്രവർഗമായ ചോലനായ്ക്കറും ഇതിൽ പെടുന്നു. പോത്തുകൽ പഞ്ചായത്തിൽ ഉൾപ്പെട്ട പ്രദേശങ്ങൾ. മുണ്ടേരി ഫാം കടന്നെത്തുന്ന ഇരുട്ടുകുത്തിക്കടവിലായിരുന്നു തൂക്കുപാലം. പ്രളയകാലത്ത് വലിയ നാശനഷ്ടങ്ങളാണ് ഈ നഗറുകളിലും പ്രദേശത്തും ഉണ്ടായത്. നിരവധി വീടുകൾ തകർന്നു. മിക്ക കുടുംബങ്ങളും താൽക്കാലിക കുടിലുകളിലാണ് കഴിയുന്നത്. ഇക്കരെ എത്താൻ ചാലിയാറിന് കുറുകെ ഒരു പാലം വേണമെന്നതാണ് ഇവരുടെ പ്രധാന ആവശ്യം. അതിനുള്ള പണി ആരംഭിച്ചിട്ടുണ്ട്, പക്ഷേ പകുതിയായിട്ടേ ഉള്ളൂ. ഇന്നലെ വാണിയമ്പുഴ കോളനിയിലെ ബില്ലി എന്ന മധ്യവയസ്കനെ കാട്ടാന ചവിട്ടിക്കൊലപ്പെടുത്തി. കൂണുപറിക്കാൻ പോയതായിരുന്നു. വൈകിട്ട് കാണാത്തതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലാണ് ബന്ധുക്കൾ മൃതദേഹം കണ്ടത്. സമീപത്ത് ആനയുടെ സാന്നിധ്യം. കൂക്കി വിളിച്ചും പടക്കം പൊട്ടിച്ചും ആനയെ അവർ അകറ്റി. പിന്നീടുള്ള വെല്ലുവിളി ഈ ഉന്നതിയിൽ നിന്ന് മൃതദേഹം ചാലിയാറിന് ഇപ്പുറത്തെത്തിക്കണം. ഓരോ നിമിഷവും അതിശക്തമായ ഒഴുക്ക് ചാലിയാറിൽ കൂടുന്ന സമയം. ഫയർഫോഴ്സ് എത്തി ഡിങ്കി ബോട്ട് ഇറക്കി. അപ്പോഴേക്കും സന്ധ്യ കഴിഞ്ഞു. ഡിങ്കി ബോട്ട് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. താഴേക്ക് ശക്തമായ ഒഴുക്കിൽ ഒലിച്ചുപോയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തുരുത്തിൽ കുടുങ്ങി. ഇവരെ NDRF ഉൾപ്പെടുന്ന സേനയെത്തി രക്ഷിച്ചത് രാത്രി 11 മണിയോടെ. ഇന്ന് രാവിലെ വീണ്ടും ഫയർഫോഴ്സ് ദൗത്യം ആരംഭിച്ചു. മൃതദേഹം ഇങ്ങോട്ട് എത്തിക്കാൻ വഴിയില്ല. ഇന്നലെ ഞങ്ങൾ ഒരു 4:30 തൊട്ട് നോക്കി. 5 മണിക്കാണ് ഫയർഫോഴ്സ് എത്തിയത്. അപ്പോൾ തൊട്ട് തുടങ്ങിയതാണ്. അപ്പോൾ ഒരു 7 മണിയോട് കൂടി ഇവിടെ ഇറങ്ങിയപ്പോൾ തന്നെ ഫയർഫോഴ്സ് നിയന്ത്രണം വിട്ട് ഒലിച്ചു പോയി. ഇന്നലെ രാത്രി 12 മണിക്കാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്, ഫയർഫോഴ്സുകാരാണ് രക്ഷപ്പെടുത്തിയത്. ഇരുട്ടുകുത്തിയോട് ചേർന്ന പുഴഭാഗത്ത് ഡിങ്കി ബോട്ട് ഇറക്കി. 5-അംഗ ഫയർഫോഴ്സ് സംഘം ഉന്നതിയിലെത്തി മൃതദേഹം ഇക്കരെ എത്തിച്ചു. ബന്ധുക്കളും സുഹൃത്തുക്കളുമെല്ലാം പുഴയ്ക്കപ്പുറം നോക്കി നിന്നു. പാലത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. മെയില് പാലം തീർന്നില്ല. കാരണം മഴ നേരത്തെ പെയ്തുകൊണ്ടുള്ള ഒരു പ്രയാസം നമുക്കുണ്ടായി. അപ്പോൾ പാലം പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ആയതുകൊണ്ട് അവിടെ നല്ല കുത്തൊഴുക്കായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബോട്ട് ഒലിച്ചു പോകുന്ന ഒരവസ്ഥ വന്നിരുന്നു. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം തിരിച്ച് ഉന്നതിയിലേക്ക് എത്തിക്കാൻ നിയുക്ത MLA ആര്യാടൻ ഷൗക്കത്തും പോയിരുന്നു. ഡിങ്കി ബോട്ടിന്റെ എഞ്ചിൻ തകരാറായതിനെ തുടർന്ന് MLAയും മണിക്കൂറുകൾ അവിടെ കുടുങ്ങി. ചാലിയാറിൽ വെള്ളം കൂടുമ്പോഴെല്ലാം ആദിവാസി ഉന്നതികൾ ഒറ്റപ്പെട്ടു എന്നത് മുണ്ടേരിയിൽ നിന്ന് വരുന്ന ഒരു സ്ഥിരം വാർത്തയാണ്. ഇതിന് മാറ്റം വരണം. ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ആദിവാസി സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ കേൾക്കാനും അവരുടെ യാത്രാക്ലേശങ്ങൾ ചൂണ്ടിക്കാണിക്കാനും ഒക്കെ നേതാക്കളുടെ വലിയ നിര ഗൗരവത്തോടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അത് തുടരണം. കാരണം ഈ ഒരു പാലത്തിന്റെ പണി എന്നാണ് തീരുക എന്ന് ചോദിച്ചാൽ അധികൃതർക്ക് തന്നെ ഉത്തരവില്ല. കാരണം ഇനി ഈ ചാലിയാറിൻ്റെ നീരൊഴുക്ക് കുറയണം, എന്നിട്ടൊക്കെ വേണം ഇതിൻ്റെ പണി തുടങ്ങാൻ എന്നാണ് പറയുന്നത്. അങ്ങനെ എത്രയും വേഗം ഇത് പൂർത്തിയായാൽ മാത്രമായിരിക്കും ഇവർക്ക് കുറച്ചെങ്കിലും ഒരു ആശ്വാസമാവുക. ഇനിയും ഇത്തരമൊരു സാഹസിക യാത്രയ്ക്ക് അവരെ നിർബന്ധിതമായി തള്ളിവിടാതിരിക്കണം. അർഷക്കിനൊപ്പം വിപിൻ C. വിജയൻ, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ.